മലപ്പുറം വേങ്ങരയിൽ 18 വയസ്സുകാരന്റെ മരണത്തിൽ KSEBയുടെ അനാസ്ഥ ആരോപിക്കുകയാണ് നാട്ടുകാർ. ഇന്നലെ വൈകിട്ടാണ് വെട്ടുതോട് തോട്ടിൽ കുളിക്കാനിറങ്ങിയ അബ്ദുൾ വദൂദ് ഷോക്കേറ്റ് മരിച്ചത്. സംഭവത്തിൽ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഇന്ന് KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. ഒരു നാടിനെ തന്നെ വേദനയിലാഴ്ത്തുന്നതായിരുന്നു 18കാരൻ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഇത്തരത്തിൽ ഷോക്കേറ്റ് മരിക്കുന്ന സംഭവം. അത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിലാണ് മലപ്പുറം വേങ്ങര വെട്ടുതോടിൽ അബ്ദുൾ വദൂദ് എന്ന 18കാരൻ്റെ ജീവൻ കൂടി നഷ്ടമാകുന്നത്. ഇന്നലെ വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു. ഈ ദൃശ്യത്തിൽ കാണുന്ന വൈദ്യുതി പോസ്റ്റിൽ നിന്ന് പൊട്ടി വീണ കമ്പി ഈ തോട്ടിലേക്ക് കിടക്കുന്നുണ്ടായിരുന്നു. ഈ മേഖലയിൽ വെച്ചാണ് അബ്ദുൾ വദൂദിന് വൈദ്യുതാഘാതം ഏൽക്കുന്നത്. നാട്ടുകാരെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. ഇത് ഒരു സ്വകാര്യ പറമ്പിലൂടെ പോകുന്ന വൈദ്യുതി കമ്പി തന്നെയാണ്. അപ്പോൾ ഇത് KSEBയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. KSEB അത്തരത്തിലൊരു വിശദീകരണമാണ് നൽകുന്നത്. അതായത് അറിഞ്ഞിരുന്നില്ല എന്നാണ് KSEB പറയുന്നത്. എങ്കിലും നാട്ടുകാർ വലിയ രീതിയിൽ KSEBയുടെ ഒരു അലംഭാവം 2 ദിവസം മുമ്പേ ഇത്തരത്തിൽ ശക്തമായ കാറ്റൊക്കെ ഉണ്ടായിട്ട് ഒരു പരിശോധനാ പ്രദേശത്തൊന്നും KSEB നടത്തിയില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ് നാട്ടുകാർ എന്തായാലും ഉന്നയിക്കുന്നത് എന്നുള്ളതിനാണ് ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധവും ഇന്ന് യുവജന സംഘടനകളൊക്കെ സംഘടിപ്പിക്കുന്നുമുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന് നോക്കുമ്പോൾ തന്നെ ശരിക്ക് ലൈൻ കമ്പികളൊക്കെ മരം വീണ്, അതായത് കമ്പിൻ്റെ മുകളിലാണ് മരങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ 3 കമ്പി, ഇത് 3 ഫേസ് ആണ് ഇതിലൂടെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് മരം ചാഞ്ഞ് നിന്നിട്ട് ടെമ്പറായിട്ടാണ് ഈ കമ്പി പൊട്ടി വീണിട്ടുള്ളത്. അത് ഏകദേശം വദൂദ് ഷോക്ക് ഏൽക്കുന്ന തൊട്ട് മുമ്പാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള ഒരു വലിയ അതിശക്തമായിട്ടുള്ള കാറ്റിൽ ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ കടപുഴകി വീണിരുന്നു. ആ ഒരു സമയത്തായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ അതുവരെ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത് വരെ KSEBയിലേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് KSEB അധികൃതരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമുക്കറിയാൻ സാധിച്ചത്. പോസ്റ്റ് ശരിക്ക് ചെരിഞ്ഞ് തന്നെ കിടക്കുന്നുണ്ട്, നിങ്ങൾ വിഷ്വലിൽ കണ്ടിട്ടുണ്ടാവാം. അപ്പം ഇത് ഒരു അപകടാവസ്ഥയിൽ ഓൾറെഡി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ശരിക്കും മരങ്ങളൊക്കെ വെട്ടി ഒന്ന് വൃത്തിയാക്കേണ്ടതായിരുന്നു. അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. നാട്ടുകാർക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ? ഒന്നാമത് ഇവിടെ കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഈ 3 ഫേസ് ലൈൻ ഇതിന് പമ്പോസൊക്കെ പോകുന്നതാണ്. അപ്പോൾ അതിപ്പോൾ മഴക്കാലമായതിനാൽ പമ്പോസിൻ്റെ ഉപയോഗം ഇല്ല. അതുകൊണ്ട് ഇതിലെ കൃഷിക്കാരും വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് കാണാതെ അനാസ്ഥായി കിടന്നത്. എന്തായാലും അത്തരത്തിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒക്കെ രംഗത്തെത്തുന്നുമുണ്ട്. 18കാരനാണ് ഇത്തരത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചത്. അതിൻ്റെ വേദനയിൽ കൂടിയാണ് വേങ്ങരയുള്ളത്. അനീഷ് തോട്ടയ്ക്കാരനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.